കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടതും അധികം ആളുകൾക്കും ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് അറബി അക്ഷരങ്ങൾ അതിന്റെ തനതായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളത്. ഓരോ അറബി അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഖുർആൻ ഓതണം എന്നുണ്ടെങ്കിൽ, അതായത് ഖുർആൻ അതിന്റെ തനതായ രൂപത്തിൽ വളരെ അക്ഷരശുദ്ധിയോട് കൂടി ഓതണം എന്നുണ്ടെങ്കിൽ ഓരോ അക്ഷരം ഏത് രൂപത്തിൽ ഉച്ചരിക്കണമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും അലിഫ് മുതൽ അവസാന അക്ഷരം വരെ പൂർണ്ണമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നതാണ്. അറബി അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണല്ലോ അലിഫ് എന്നുള്ളത്. അലിഫ് സാധാരണ ഉച്ചാരണത്തില് ഒരു പ്രത്യേക ശബ്ദമുള്ളതല്ല. പക്ഷെ മുമ്പത്തെ ഏതെങ്കിലും വാക്യങ്ങൾക്ക് ഏതെങ്കിലും അക്ഷരത്തിന് ഫത്തഹ് വന്നാൽ ആ ഫത്തഹനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് അലിഫ് സാധാരണ കൊടുക്കാറുള്ളത്. നമുക്കിനി ബായിലേക്ക് പോവാം. ബ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഏറ്റവും അധികം ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ബ എന്ന് പറയുമ്പോൾ ചുണ്ട് ഉള്ളിലേക്ക് ബ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബ എന്ന് കുറച്ച് ചെരിച്ചിട്ട്, ഓവർ ചെരിക്കാതെ ചെറിയൊരു ചെരിവാണ് അറബി അക്ഷരങ്ങളുടെ പൊതുവെ അക്ഷരങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ബ എന്നുള്ള അക്ഷരം വളരെ സോഫ്റ്റ് ആയിട്ട് ബ, ബി, ബു, അബ് എന്ന് കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പരിശീലിക്കുക. മൂന്നാമത്തെ അക്ഷരമാണല്ലോ ത എന്നുള്ള അക്ഷരം. അറബിയിൽ ത ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു എൻ്റെ കയ്യിലൊരു പല്ലിന്റെ മോഡലാണ്. ഇത് നമ്മുടെ മുൻപല്ല് ഭാഗമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല. ഈ മുൻപല്ല് ഭാഗം, ഈ മുൻപല്ല് നേരിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ മുരട്ടിലേക്കാണ് നമ്മുടെ നാവിന്റെ തല ഇങ്ങനെ തട്ടേണ്ടത്. എന്നിട്ട് വളരെ സോഫ്റ്റ് ആക്കിയിട്ട് കട്ടി കുറച്ചിട്ട് ത, തി, തു, അത്, മലയാളത്തിലുള്ള തത്ത എന്ന് പറയുന്ന ത എന്ന് ഒരിക്കലും ഉച്ചരിക്കരുത്. അപ്പോ ത, തി, നഅ്ബുദു, നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇനി വളരെ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു തന്നെ പഠിക്കേണ്ടതുണ്ട് ഈ അക്ഷരം. ഇനി നമുക്ക് അടുത്ത അക്ഷരമായ സയിലേക്ക് പോകാം. സ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തലമ തട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. സ, സി, സു, അസ് എന്ന് വളരെ സിമ്പിൾ ആക്കിയിട്ട് സബ്ബത്ത്, അങ്ങനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് തന്നെ പറഞ്ഞാൽ മതി. അടുത്ത അക്ഷരമാണ് ജീം എന്നുള്ള അക്ഷരം. ജീം ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മദ്യം, അതായത് നമ്മുടെ നാവ് ഇങ്ങനെ തല മുതൽ ഇങ്ങനെ വരുമ്പോൾ ഈ നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിന്, അതിന്റെ നേരിട്ടുള്ള മേലെ അണ്ണാക്കിലേക്ക് തട്ടിച്ചിട്ട് ജീം എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത്. അത് വളരെ സിമ്പിൾ ആണ്. അത് പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത അക്ഷരമാണ് ഹ എന്നുള്ള അക്ഷരം. ഹ എന്നുള്ള അക്ഷരം പല ആളുകളും ഹ ആക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട്. ഹ ഉച്ചരിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഹാന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ടയുടെ മധ്യഭാഗം, നമ്മുടെ തൊണ്ട ഇങ്ങനെ 3 പാർട്ടാക്കി കഴിഞ്ഞാൽ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. ഇത് സിമ്പിൾ ആണ് പഠിക്കാൻ. നമ്മൾ ഈ എരിവൊക്കെ വലിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എരിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിക്കാറുണ്ട്. അതാണ് ഹ എന്നുള്ള അക്ഷരം. അതിങ്ങനെ ഹ, ഹി, ഹു, അഹ്, ഉഹ്, അങ്ങനെ കൂടുതൽ പ്രാവശ്യം ഹ എന്നുള്ള അക്ഷരം പറഞ്ഞ് പഠിക്കണം. അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് പരിശീലിക്കുക. അടുത്ത അക്ഷരമാണ് ദാല് എന്നുള്ള അക്ഷരം. ദാല് കൂടുതൽ കട്ടി കുറച്ച് കഴിഞ്ഞാൽ ത ആയിക്കും മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ ത എന്നുള്ള അക്ഷരത്തിലേക്ക് മാറും. ദാൽ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടിന് മേൽ തന്നെയാണ് തട്ടുന്നത്. അതായത് ത എന്നുള്ള ആ ഭാഗത്ത് തന്നെയാണ് തട്ടുന്നത്. പക്ഷെ അവിടെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ, ദാൽ ഉച്ചരിക്കുമ്പോൾ കട്ടി കുറച്ച് കഴിഞ്ഞാൽ ത ആയി പോകും. ഇപ്പൊ ഉദാഹരണത്തിന് ഫാത്തിഹയില് മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്നുള്ളിടത്ത് പല ആളുകൾ കട്ടി കുറച്ച് ഓതും, യൗമിദ്ദീൻ എന്ന് ഓതാറുണ്ട്. അത്തിപ്പഴം എന്നുള്ള അർത്ഥത്തിലേക്ക് മാറിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത അക്ഷരമാണ് ദാല്. നമ്മൾ സ എന്ന് പറഞ്ഞ അതേ മഖ്റജിൽ തന്നെ, അതേ സ്ഥലത്ത് തന്നെ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തലമ തട്ടിയിട്ട്, പല ആളുകൾക്കും റാന്റെ മേലെ പുള്ളിട്ടത് പല ആളുകൾ ദാല് പറയാറുണ്ട്. ഇനി ഇതിനെ പല ആളുകൾ സായാക്കി ഉച്ചരിക്കാറുണ്ട്. ദാലിന്റെ മേലെ പുള്ളിട്ടതാണ് ദാല്, നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തലമ തട്ടിയിട്ടുള്ളത്. അടുത്ത അക്ഷരമാണ് റോ എന്നുള്ള അക്ഷരം. പല ആളുകളും റോ എന്നുള്ള അക്ഷരം മലയാളത്തിലുള്ള റാ ആക്കി ഉച്ചരിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കണം. റാ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തലയുടെ മുതുഭാഗം, കുറച്ചിങ്ങനെ വളഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണല്ലോ മുതുഭാഗം, അത് മേലെ മുൻപല്ലിന്റെ ഊനുമ തട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. റോ, രീ, റൂ, ആർ. അത് റാന് കസ്റ് വരുമ്പോൾ രി എന്നാണ് പറയാം. ഫി, രാവുന, അതുപോലെ തന്നെ റിഫ,
റിയാസ് എന്നൊക്കെയാണ് രി എന്ന് പറയാ. ഇനി അടുത്ത അക്ഷരമാണ് സായ് എന്നുള്ള അക്ഷരം. സായ് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നാവ് അതേ സ്ഥിതിയിൽ തന്നെ പല്ലിന്റെ അതേ വായുടെ അതേ സ്ഥിതിയിൽ തന്നെ നാവ് വെക്കുക. എന്നിട്ട് രണ്ട് വരിയിലെ മുൻപല്ലുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് പറയേണ്ടത്. സായ്, സി, സ, സി, സു, അസ്. തേനീച്ചയുടെ ശബ്ദമാണ്. അടുത്തത് സീന്, അതുപോലെ തന്നെ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് പറയേണ്ടത്. പിന്നെയുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഷീനാണ്. ഷീൻ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ ജീമ് പറഞ്ഞ അതുപോലെ അതേ സ്ഥലത്ത് തന്നെ നാവിന്റെ മദ്യം അതിനോട് നേരിടുന്ന അണ്ണാക്ക്, അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്കിലേക്ക് തട്ടിയിട്ട് ഷീൻ ഉച്ചരിക്കേണ്ടത്. അടുത്ത അക്ഷരമാണ് സ്വാദ് എന്നുള്ള അക്ഷരം. സ്വാദ് ഉച്ചരിക്കുമ്പോഴും സീന് ഉച്ചരിക്കുന്ന അതേ സ്ഥാനത്ത് വെച്ചിട്ട് തന്നെയാണ് പറയേണ്ടത്. വായ നിറച്ച് ഉച്ചരിക്കണം. പല ആളുകളും സ്വാദ് ഉച്ചരിക്കുമ്പോൾ സ്വാ എന്ന് പറഞ്ഞിട്ട് സ്വിറാത്ത, ഇഹ്ദിന സ്വിറാത്ത, സുയി എന്ന് പറയാറുണ്ട്. ചുണ്ട് കൂർപ്പിച്ചിട്ട് പറയരുത്. ചുണ്ട് കൂർക്കാതെ ഒന്നെങ്കിൽ വായ ഇങ്ങനെ പിടിച്ചിട്ടെങ്കിൽ സ്വ എന്ന് പറഞ്ഞെങ്കിലും പഠിക്കണം. അത് പരിശ്രമിച്ചേ പറ്റൂ. പല ആളുകൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഈ സ്വാദ് എന്നുള്ള അക്ഷരം ഉച്ചരിക്കാൻ. അപ്പോൾ സ്വാദ് നാവിന്റെ മുരടും മദ്യമൊക്കെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ ഉയർന്നിട്ട് സോ എന്ന് ഉച്ചരിക്കണം. വളരെ വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അരയന്നത്തിന്റെ ശബ്ദമാണത്. അടുത്തത് ലോദാണ്. ലോദ് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിന്റെ സൈഡ് ഭാഗം, അരുനീളം ഏതെങ്കിലും ഒരു സൈഡ് ഭാഗം, നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്ന ഏതെങ്കിലും ഒരു സൈഡ് ഭാഗം, നമ്മുടെ അണപ്പല്ലുകൾ ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള അണപ്പല്ല്, വലിയ പല്ലുകൾ, അതിനോട് ചേർത്തിട്ട് ലോദ് വലല്ലാലീൻ അങ്ങനെ പരിശ്രമിക്കണം. ഇനി അടുത്ത അക്ഷരമാണ് ഐൻ എന്നുള്ള അക്ഷരം. ഐൻ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഐൻ എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. അപ്പോൾ ഐന് ഉച്ചരിക്കുമ്പോൾ പല ആളുകൾക്കും ഗൈൻ എന്നുള്ള അക്ഷരത്തില് ഗ എന്നുള്ള അക്ഷരത്തിലേക്ക് ചില ആളുകൾ പോകാറുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് എന്നൊക്കെ പരിശ്രമിക്കണം. അടുത്ത അക്ഷരമാണ് ഗൈൻ എന്നുള്ള അക്ഷരം. ഗൈന് ഉച്ചരിക്കാൻ പല ആൾക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. മഗ്ദൂബി എന്നുള്ളതിലുള്ള ഗൈന്, അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? നമുക്ക് ഈ തൊണ്ടവേദന വന്നു കഴിഞ്ഞാല് നമ്മൾ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യും, ഒന്ന് കൊപ്പിളിക്കോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ ഗൈന് പറയുന്നത്. ഹ എന്നുള്ള അക്ഷരം അവിടെ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗൈൻ ഹ എന്നുള്ള അക്ഷരവും അവിടെ വെച്ചിട്ടാണ് പറയേണ്ടത്. ഇനി അടുത്ത അക്ഷരം പോ എന്നുള്ള അക്ഷരമാണ്. നമ്മൾ അറബി അക്ഷരം ഓർഡറിലല്ല പോകുന്നത്, എങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് അക്ഷരങ്ങളാണല്ലോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ പോ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടുമേൽ തന്നെ തട്ടണം. പോ ദ ത, ഈ മൂന്നക്ഷരം ഒരേ സ്ഥലത്ത് തന്നെയാണ് പുറപ്പെടുന്നത്, പക്ഷെ അതിന്റെ ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രം. ത ഉച്ചരിക്കുമ്പോൾ വളരെ കട്ടി കുറച്ചിട്ടാണ്, പിന്നെ ദാല് കട്ടി കുറക്കുന്നു. പോ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മുരടും മദ്യമൊക്കെ മേലെ അണ്ണാക്കിങ്ങനെ ഉയർന്നിട്ട് പോ തൂ. പല ആളുകളും പോ എന്നുള്ള അക്ഷരം ത്വ എന്ന് സിറാത്വ എന്നൊക്കെ പറയാറുണ്ട്. സ്വാദിനും ത്വാനും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചുണ്ട് കൂർപ്പിക്കാൻ പാടില്ല. സിറാത്തോ അത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അടുത്ത അക്ഷരം ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാറിപ്പോകുന്ന അക്ഷരം, വ എന്നുള്ള അക്ഷരം. ഈ സ്വാദിന് മേലെ പുള്ളിട്ടത് ലോദ്. നമ്മൾ നേരത്തെ പറഞ്ഞു അരുനീളം അണപ്പല്ലിൽ തട്ടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെവിടെയാണ് തട്ടിക്കേണ്ടത്? നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ തലമ തട്ടിയിട്ട് നമ്മൾ സാലൊക്കെ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ലോ എന്നുള്ള അക്ഷരം വെക്കേണ്ടത്. ലൂ. പക്ഷെ അള്ളാ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എവിടെ വെക്കണം? ഊനിമ വെക്കണം. നാവിന്റെ തലയുടെ അരുഭാഗം ഇങ്ങനെ ഊനിമ വെച്ചിട്ടാണ് അള്ളാഹ്. പക്ഷെ അള്ളാഹ് എന്ന് നാവ് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ അള്ളാഹ് എന്നുള്ളത് ഉച്ചരിക്കാൻ പാടില്ല. അത് ലാമിന് തഫ്ഹീമാക്കിയിട്ടാണ് ഉച്ചരിക്കുന്നത്. അത് പല ആളുകളും എന്തുകൊണ്ട് ലാം അവിടെ വന്നു, എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹ് എന്ന് പറയുന്നു, അല്ല എന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് തഫ്ഹീമാക്കിയിട്ട് ഉച്ചരിക്കുകയാണ്. ഇനി അള്ളാഹ് എന്നുള്ള ഇസ്മിന് മുമ്പ് കസ്റാണെന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹി എന്ന് പറയുന്നത് പോലെ ല എന്ന് ഉച്ചരിക്കാവുന്നതാണ്. മുമ്പ് ഫത്ഹ ലൊമ്മാണെങ്കിൽ അള്ളാഹ് എന്നൊക്കെയാണ്, ദാലിക അല്ലാഹ് എന്നൊക്കെയാണ് പറയേണ്ടത്. ഇനി അടുത്ത അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ എന്നുള്ള അക്ഷരമാണ്. മുൻപല്ലിന്റെ തലഭാഗം താഴെ ചുണ്ടിന്റെ പള്ളമ തട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫ, ഫി, ഫു, എഫ്.
അടുത്ത അക്ഷരം ഖാഫാണ്. നമ്മുടെ തൊണ്ട, ഈ തൊണ്ടയുടെ ഏറ്റവും മുകൾ, അതായത് നാവിന്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് തട്ടിയിട്ട് നമ്മളെ ചെറുനാവുണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ തട്ടിയിട്ടാണ് മുസ്തഖീം. അങ്ങനെയാണ് ഖാഫ് ഉച്ചരിക്കേണ്ടത്. അടുത്തത് കാഫാണ്. കാഫ് അതിനോട് തൊട്ട് താഴെയാണ് കാഫ് ഉച്ചരിക്കുന്നത്. അത് കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഖാഫും കാഫും ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ക, ഖി, കു. ഇനി സുക്കുൻ വരുമ്പോൾ അഖ് കുറച്ച് നീട്ടിയിട്ട് അഖ് എന്ന് ഉച്ചരിക്കേണ്ടതുണ്ട്. അടുത്ത അക്ഷരമാണ് ലാം എന്നുള്ള അക്ഷരം. ല, ലി, ലു, അൽ. നാവിന്റെ തലയുടെ അരുഭാഗം മേലെ മുൻപല്ലുകളുടെ ഊനിമ തട്ടിയിട്ട് ഉച്ചരിക്കണം. അടുത്ത അക്ഷരമാണ് മീം. പല ആളുകൾ മീം ഉച്ചരിക്കുമ്പോൾ ബായിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ നാവ് ഉള്ളിലേക്ക് മാ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഉച്ചരിക്കരുത്. മ, മീ, മു, അം. അടുത്ത അക്ഷരമാണ് നൂൻ. നൂന് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ ഊനിലേക്കും തട്ടിച്ചിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ന, നീ, നു, അൻ. അടുത്ത അക്ഷരമാണ് ഹ എന്നുള്ള അക്ഷരം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഹ എന്നുള്ള അക്ഷരം. അത് അല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തഹ്ലീലൊക്കെ ചെല്ലുമ്പോൾ അവസാനം അല്ലാഹ് എന്നുള്ള സൗണ്ടിൽ ഹ എന്ത് ചെയ്യണം, വളരെ കറക്റ്റ് ആയിട്ട് തന്നെ കേൾക്കണം. അത് പല ആളുകൾക്കും കേൾക്കാറില്ല. ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താറാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഓരോ അക്ഷരവും പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ച് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഓരോ അക്ഷരം എന്ത് ചെയ്യണം, ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, കൂടുതൽ പ്രാവശ്യം ഉച്ചരിച്ച് പഠിക്കുക. എല്ലാ അക്ഷരവും കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കേണ്ടതുണ്ട്. ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, എടുത്തിട്ട് കൂടുതൽ പ്രാവശ്യം ഉച്ചരിക്കുക. കൂടുതൽ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ അക്ഷരങ്ങൾ റെഡി ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ കുടുംബക്കാർക്കും ബാക്കിയുള്ള നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അവരും ഇത് കേട്ടിട്ട് നല്ല രൂപത്തിൽ നിസ്കാരം ഓത്തും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു നല്ല കാര്യത്തിൽ എല്ലാവരും പങ്കാളികളാണെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.